ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അബിത, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് ജോർജ് പള്ളി ഇടവകമാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. അമ്മയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ 7-നാണ്, 2024 ജൂലൈ 7-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആദ്യമായി അമ്മയുടെ കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ആ സമയം എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, തേർഡ് ഇയർ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഫുൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സമയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനും അമ്മയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫോർത്ത് ഇയർ എക്സാമായി. ഫോർത്ത് ഇയർ എക്സാം ആകുമ്പം ഞാൻ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി അടുത്ത ചാപ്റ്ററിലേക്ക് പഠിച്ചു തുടങ്ങുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം നന്നായി പ്രാർത്ഥിച്ച് ഞാൻ എക്സാമിന് ഒരുങ്ങി. എക്സാമിൻ്റെ അന്ന് ഞാൻ രാവിലെ വായിക്കുന്നത് ഏത് ക്വസ്റ്റ്യനാണോ അതായിരുന്നു എനിക്കന്ന് എസ്സേ ആയിട്ട് വന്നിരുന്നത്. അങ്ങനെ ആദ്യം ഞാൻ ഓർത്തു ജസ്റ്റ് അതൊരു കോയിൻസിഡൻസ് പോലെ വന്നതായിരിക്കും. അങ്ങനെയല്ല, ബാക്കി തുടർന്ന് വന്നിരുന്ന എല്ലാ എക്സാമിലും എനിക്ക് അതുപോലെ തന്നെയാണ് ഉണ്ടായത്. ഞാൻ രാവിലെ വായിക്കുന്ന ഏതാണോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് അത് തന്നെ ആവർത്തിച്ച് നമ്മുടെ എക്സാമിനും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു, ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം എന്ന് മനസ്സ് വിചാരിച്ചു. അങ്ങനെ നേഴ്സിംഗ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഈ എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. ഉടമ്പടി എടുത്തു, പക്ഷേ സാക്ഷ്യപ്പെടുത്തിയില്ല. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷാ പഠനത്തിലേക്ക് കടന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കി. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ജർമ്മൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ആദ്യം എക്സാം എഴുതി റിസൾട്ട് വന്നു. എനിക്കെല്ലാം ഓരോ മാർക്കിനും എക്സാം ഞാൻ ഫെയിലായി. വീണ്ടും ഞാൻ എക്സാം എഴുതി. പിന്നെയും ഞാൻ എല്ലാ മൊഡ്യൂളും ഓരോ മാർക്കിന് ഫെയിലായി. അത് വല്ലാതെ എനിക്ക് അങ്ങ് ഡൗൺ ആയിപ്പോയി ഞാൻ. അപ്പം അമ്മ പറഞ്ഞു, ഇത്രയും നാളും നീ നന്നായിട്ട് ബുക്ക് വായിച്ച് പഠിച്ചു പോയി, ഇനി നീ നന്നായി പ്രാർത്ഥിച്ച് ഒന്ന് എക്സാം എഴുതാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മൂന്നാമത് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എക്സാം എഴുതാനായിട്ട് ഒരുങ്ങി. പക്ഷേ ആ എക്സാം എഴുതിയത് ഞാൻ പഠിച്ചുകൊണ്ടല്ലായിരുന്നു. കാരണം എനിക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് അങ്ങനെ വരുന്നില്ലായിരുന്നു. ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയിലായിരുന്നു. പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എക്സാമിന് പോയി. ചെന്നൈയിലായിരുന്നു എക്സാം. ഇവിടുന്ന് കോട്ടയത്തു നിന്ന് ട്രെയിൻ കയറുന്നിടം തൊട്ട് ചെന്നൈ വരെ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വായിക്കണമെന്നുണ്ട്, പക്ഷേ തോന്നുന്നില്ല. കാരണം 2 വട്ടവും ഫെയിലായി. അപ്പം ഇനിയിപ്പം പ്രാർത്ഥനയല്ലാതെ വേറെ എനിക്കൊരു മാർഗ്ഗമില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നലാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ചെന്നൈ വരെ ചെന്നു. കഴിഞ്ഞ 2 വട്ടം എക്സാം എഴുതിയപ്പോഴും കയറുന്നതിന് ഒരു 5-10 മിനിറ്റ് വരെ ഞാനിങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ബുക്കേ നോക്കിയില്ല. പകരം ഞാൻ നമ്മുടെ കൃപാസനത്തിലെ ബുക്കിൽ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന എടുത്ത് ചൊല്ലി, വിശ്വാസപ്രമാണം ചൊല്ലി കയറി. ഞാൻ എപ്പോഴും എക്സാമിന് കയറുമ്പം എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് കരുതിയിരിക്കും. എന്നിട്ട് എക്സാമിന് കയറി അവിടെ എക്സാം തുടങ്ങുന്നതിന് മുന്നേ പതിയെ ഉപ്പെടുത്ത് അവിടെ വിതറി പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയിരുന്നത്. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു. അപ്പോഴും എനിക്ക് മനസ്സിലൊരു പേടിയായിരുന്നു, എന്താകും എന്നുള്ളത്. അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു, നീ വിശ്വസിക്ക്, നമുക്ക് കിട്ടും, ഈ പ്രാവശ്യം നമുക്ക് ഉറപ്പായും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ 20-ാം തീയതി ഫെബ്രുവരി 20 എൻ്റെ റിസൾട്ട് വന്നു. സാധാരണ നമുക്ക് റിസൾട്ട് വരുന്നത് സൈറ്റിലാണ് വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വന്നത് റിസൾട്ട് പാസ്സായി, B2 പാസ്സായി എന്ന് പറഞ്ഞൊരു മെയിലാണ് എനിക്ക് ആദ്യം വന്നത്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന മെയിലാണ് എനിക്ക് ആദ്യം വരുന്നത്. രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 7 മണി കഴിഞ്ഞ് ആ ഒരു സമയത്താണ് എനിക്ക് മെയിൽ വരുന്നത്. അപ്പം തന്നെ ഞാൻ നന്ദി പറഞ്ഞു, ബൈബിൾ എടുത്ത് വചനം വായിച്ചു.
അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. അങ്ങനെ B2 എക്സാം പാസ്സായി. ഇപ്പോൾ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ദൈവമാതാവിനും തിരുക്കുമാരനോട് ഒരു കോടാടി നന്ദി പറയുന്നു. ഞാൻ ആദ്യം എക്സാം എഴുതി ഫെയിലായി. രണ്ടാമത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്നൊരു പ്രാർത്ഥനയില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് അമ്മ പ്രാർത്ഥിക്കും, അങ്ങനെയായിരുന്നു പ്രാർത്ഥന പോയിരുന്നത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾ കൂട്ടമായിട്ട് അച്ഛനും അമ്മയും അമ്മച്ചിയും അടങ്ങി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടെ ഏർപ്പെട്ടു. എനിക്ക് പത്രമൊക്കെ കൊടുക്കാനായിട്ടൊക്കെ മടിയായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് എക്സാമിന് പോയപ്പം എല്ലാ കൃപാസന പത്രവും കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിൽ അങ്ങനെയുള്ള, പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ BSc നഴ്സിങ്ങിൻ്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ മിക്കവാറും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ മാതാവിനും ഉണ്ണിയേശുവിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അബിത എന്ന ഈ മകൾ തൻ്റെ നേഴ്സിംഗ് പഠനത്തിനും ജർമ്മൻ ഭാഷാ പഠനത്തിനും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച സവിശേഷമായ ഇടപെടലുകളും അനുഗ്രഹത്തെയുമാണ് അമ്മയുടെ ഈ തിരുവൾത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നേഴ്സിംഗ് 3-ാം വർഷം പഠിക്കുമ്പോൾ പരീക്ഷ എഴുതി തീർക്കുവാൻ പറ്റില്ലായിരുന്നു, സമയം തികയത്തില്ല. അത് വളരെ ക്ലേശമനുഭവിച്ചാണ് ഓരോ പരീക്ഷകളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് മാതാവുമൊത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് തൻ്റെ ജീവിതം പഠന മേഖലകളെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മകൾ പറയുന്നുണ്ട്, 4-ാം വർഷം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നാളുകളിൽ വളരെ വലിയ വ്യത്യാസം അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഓരോന്ന് പഠിക്കുമ്പോഴും ഓരോ പരീക്ഷകൾക്ക് വേണ്ടി അവസാനവട്ട ഒരുക്കം നടത്തുമ്പോഴും ഓരോ അധ്യായം പഠിച്ചിട്ട് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അതൊരു ടെക്നിക്കാണത്. ഞാൻ വായിച്ചതും പഠിച്ചതും അമ്മയെ ഏൽപ്പിക്കുന്നു. തക്ക സമയത്ത് അമ്മ തിരുക്കുമാരനിലൂടെ എന്നെ ഇനി ഓർമ്മിപ്പിച്ചു തരണം. മകൾ ചെയ്തിരുന്ന ഒരു രീതി അതാണ്. ഓരോ അധ്യായവും പഠിക്കുന്നത് മുഴുവനും ഒരു അധ്യായം തീരുമ്പോൾ അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏൽപ്പിച്ചു കൊണ്ടിരിക്കുക. അത് മകളുടെ ഒരു ബോധ്യവും വിശ്വാസവുമായിരുന്നു. അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ എന്നെ സഹായിക്കും. രണ്ടാമത്തത്, രാവിലെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ചില ചോദ്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് നോക്കിക്കൊണ്ടു പോവുക. അത് മകൾ പറയുന്നുണ്ട്, രണ്ടും ഉപകാരപ്പെട്ടു. ഒന്ന്, രാവിലെ നോക്കിക്കൊണ്ടു പോകുന്ന ആ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും 4-ാം വർഷത്തെ എല്ലാ പരീക്ഷകളിലും എനിക്ക് essay ആയിട്ട് വന്നത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലായി തന്നെ ഞാൻ കാണുന്നു. എനിക്ക് വേണ്ടത് കണ്ണുകളിൽ കാണിച്ചു തന്നു. ഭയപ്പെടാതെ പരീക്ഷ എഴുതുവാൻ എന്നെ അമ്മ മാതാവ് ധൈര്യപ്പെടുത്തി. രണ്ടാമത്തത്, ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ അല്പം പോലും പരിഭ്രമിക്കാതെ മറന്നു പോകാതെ ഓരോന്നും എഴുതുന്നതിനും അമ്മ മാതാവിനെ സഹായിച്ചു. അങ്ങനെ നഴ്സിംഗ് പരീക്ഷ ഏറ്റവും മികച്ച രീതിയിൽ, അന്ന് വരെ എഴുതിയതിനേലും മികച്ച രീതിയിൽ മകൾക്ക് പാസ്സാകാൻ സാധിക്കുന്നു. മറ്റൊന്നുകൂടി മകളവിടെ കാണുന്നുണ്ട്, എഴുതുവാൻ സമയം തികയാതിരുന്ന തനിക്ക് 10 മിനിറ്റെങ്കിലും മിച്ചം കിട്ടുകയും എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി വായിച്ചിട്ട് അത് സമർപ്പിക്കുവാനായിട്ട് അമ്മ മാതാവ് സമയം ഒരുക്കി തരികയും ചെയ്തു. അതായത് സമയം ചുരുക്കി പരീക്ഷ എഴുതുവാനും വായിക്കുന്നതൊക്കെയും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിത്തരുവാനും അമ്മ മാതാവ് മകളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇത് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു തലം കൂടിയാണ്. നമ്മൾ പഠിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പഠിക്കണം. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചു കൊണ്ടല്ല. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് ഈ പഠിച്ചു തെളിപ്പിക്കുന്നു. തക്ക സമയത്ത് നീ എനിക്കത് ഓർമ്മയിൽ തരണമേ. നാം ഇന്ന് പഠിച്ചത് ഇന്ന് രാത്രിയും നാളെ രാവിലെയും നമുക്ക് ആവശ്യമില്ല.
പഠിച്ചത് പരീക്ഷയുടെ സമയത്ത് അത് പ്രയോജനപ്പെടുത്തേണ്ട അവസരത്തെ നമുക്ക് ആവശ്യമുണ്ട്. ആ സമയത്തേക്ക്, എൻ്റെ ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് അമ്മ മാതാവ് ഈശോയെ സഹായിക്കണമേ എന്ന് ഒന്ന് ഉടമപ്പെടുത്തി നാം പഠിക്കുമെങ്കിൽ അത് ദൈവത്തെ നാം ഓൺ ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ എൻ്റെ ഓരോ കഴിവിലും, എൻ്റെ ഓരോ പഠനത്തിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും ദൈവമാണ് ഉടമസ്ഥൻ, ദൈവകരങ്ങളിൽ സമർപ്പിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഏറ്റുപറയുന്നു. മകൾ പറയുന്നുണ്ട്, അന്ന് സാക്ഷ്യം പറയണമെന്ന് അമ്മയോട് വാക്കുകൊടുത്താണ് ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കിയൊക്കെ പോയത്. പക്ഷേ അന്ന് സാധിച്ചില്ല, പറഞ്ഞില്ല. അതിൻ്റെ ക്ലേശമാണ് പിന്നീട് മകൾ അനുഭവിക്കുന്നത്. അവൾ ജർമ്മൻ പരീക്ഷ എഴുതാൻ പോകുന്നു, നന്നായി പഠിക്കുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു ജയിക്കുമെന്ന്. 2 തവണ നന്നായി പഠിച്ച് അവൾക്ക് അത്യാവശ്യം അവൾ കണ്ട ചോദ്യങ്ങൾ, വായിച്ചിരുന്ന പോർഷൻസ്, അറിയാവുന്ന മേഖലകൾ ഒക്കെയാണ് പരീക്ഷയ്ക്ക് വന്നത്. എന്നിട്ട് 1 മാർക്ക് 2 മാർക്കിന് നിരന്തരം ഓരോ മൊഡ്യൂളും പോയിക്കൊണ്ടിരുന്നു. 2 തവണ എഴുതിയിട്ട് 1 മൊഡ്യൂൾ പോലും മകൾക്ക് ലഭിക്കുന്നുമില്ല. അപ്പോഴാണ് വീണ്ടും ഒരു തിരിച്ചറിവുണ്ടാവുക, ഒരു കടം കിടപ്പുണ്ട്. ഉടമ്പടി പ്രകാരം നമുക്ക് ഒരു അനുഗ്രഹം ദൈവകരങ്ങളിൽ നിന്നും അറിഞ്ഞ് സ്വീകരിച്ചവരാണോ സാക്ഷ്യം പറയുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. നേർച്ചയല്ല, ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ദൈവശക്തിയുടെ ഇടപെടലും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേക കൃപയുമാണ് നമുക്കൊരു കാര്യം നേടിത്തരുന്നതെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അമ്മയുടെ അൾത്താരയിൽ പറയുക, സാക്ഷ്യം എഴുതിക്കൊണ്ട് സാക്ഷ്യകൂടാരത്തിൽ സമർപ്പിക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ലെങ്കിൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. കാര്യം നേടിക്കഴിയുമ്പോൾ ഞാൻ ദൈവത്തെ വിട്ടുപേക്ഷിച്ചു പോകുന്നു. കാര്യം നേടിക്കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് പറയുന്നതിന് ലജ്ജയുള്ള വ്യക്തിയാകുന്നു. കാര്യം നേടിക്കഴിയുമ്പോൾ ഞാൻ ചെയ്തിരുന്ന രീതികളും, ഞാൻ പ്രാർത്ഥിച്ച രീതികളും, ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും അത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന്, എന്നെ തന്നെ എൻ്റെ സ്റ്റാറ്റസ് കുറയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഒളിച്ചോടുകയാണ്. എത്ര നാൾ, എവിടം വരെ ദൈവസന്നിധിയിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടും? ഈ ഒളിച്ചോട്ടങ്ങൾ അധിക കാലം നമുക്ക് ഉപകരിക്കത്തില്ല. കാരണം വീണ്ടും അമ്മ മാതാവ് അമ്മയുടെ അരികിലേക്ക് കൊണ്ടുവന്ന് ആളെ വീണ്ടും ശരിയാക്കും. അത് യോനായുടെ ജീവിതം കാണുന്നത് പോലെ തന്നെയാണ്. ദൈവം ഒരു ദൂത് കൊടുത്തോ അത് അരുളി ചെയ്യാൻ യോന കടപ്പെട്ടവനാണ്. അതിൽ നിന്ന് മാറിപ്പോയാൽ കപ്പലിലാണെങ്കിലും കണ്ടെത്തും, അത് കടലിലാണെങ്കിലും മത്സ്യം വിഴുങ്ങും, കരയിൽ കൊണ്ടുവന്നിടും, ദൂത് പറയാനായി അയച്ചിരിക്കും. ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക ഉത്തരവാദിത്തമാണ്. മകൾ പറയുന്നുണ്ട്, 2 തവണ ജർമ്മൻ പരീക്ഷ എഴുതി പരാജയപ്പെടുമ്പോൾ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ, അമ്മയുടെ നടയിൽ നിന്ന് ഞാൻ വീണ്ടും ഇത് ജർമ്മൻ പരീക്ഷ എഴുതാൻ പോകുന്നു, സഹായിക്കണം. എന്നിട്ടുള്ള ആ ഒരു ടേണിങ് വളരെ വ്യക്തമാണല്ലോ. ഞാൻ പഠിക്കുകയല്ല, പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പരീക്ഷ എഴുതുവാൻ ചെന്നൈ വരെ പോയത്, കോട്ടയത്ത് നിന്ന് ചെന്നൈ വരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയാണ് പോയത്. പരീക്ഷയുടെ അവസാന നിമിഷം വരെ പുസ്തകം മറിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ശീലം ഉപേക്ഷിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലം പൂശി കരങ്ങളിൽ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും ചേർത്ത് പിടിച്ചാണ് ഞാൻ ആ പരീക്ഷാ ഹാളിലേക്ക് കയറിയത്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓരോ മൊഡ്യൂളും അമ്മ മാതാവ് ക്രമീകരിച്ചു തന്നു. 4 മൊഡ്യൂൾ ഒരുമിച്ച് പാസ്സാവുക ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് ജർമ്മൻ ഭാഷ പഠിക്കുന്ന മക്കൾക്കറിയാം. എന്നാൽ പരിമിതികളേറെയുള്ള ആ അവസാന പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുവാൻ അധികം പരിശ്രമിച്ചിട്ടില്ലാത്ത മകളെ അമ്മ മാതാവ് കരം പിടിച്ച് വിജയതീരത്തേക്ക് എത്തിക്കുന്നതാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മയിൽ ആശ്രയിക്കുക, ശരണപ്പെട്ട് നിയോഗം കൊടുക്കുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ജീവിതം കൊണ്ട് തീരുമാനിക്കുക. നമുക്കുള്ള വിജയവും നമുക്കുള്ള സമാശ്വാസവും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവ് നേടിത്തരിക തന്നെ ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.